ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഗിഫ്റ്റിനെ കുറിച്ചുള്ള കാൽക്കുലേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള തിയറി പോർഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഡിവിഡൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ നമുക്ക് ആദ്യം ഡിവിഡൻറ്റ് എന്താ എന്നാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷെയർ ഹോൾഡർക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്താണോ അതിനെയാണ് നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് the sum of received by a shareholder of a company on the distribution of its profits, whether out of taxable income or tax-free income. Okay. ഇനി ഡിവിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ട്. നമുക്കറിയാമല്ലോ ഡൊമസ്റ്റിക് കമ്പനീസും ഫോറിൻ കമ്പനീസും ഉണ്ടെന്ന്. അപ്പോൾ രണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിനും നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇത് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഫിനാൻസ് ആക്ടിൽ പ്രകാരം വന്നിട്ടുള്ള നിയമമാണ് ഇങ്ങനെ ഡൊമസ്റ്റിക് കമ്പനികൾക്കും കിട്ടുന്ന ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിനും നമ്മൾ എന്ത് പേ ചെയ്യണം എന്നുള്ളത്? ടാക്സ് പേ ചെയ്യണമെന്ന്. മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല. 10 ലക്ഷത്തിൽ കൂടുതൽ ഡിവിഡൻറ്റ് റിസീവ് ചെയ്താൽ മാത്രമേ ടാക്സ് കൊടുക്കണ്ടായിരുന്നുള്ളൂ മുന്നേ. പക്ഷേ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 21-22 പ്രകാരം അതിൽ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ ഏത് കമ്പനിയിൽ നിന്ന്, ഡൊമസ്റ്റിക് കമ്പനിയാണോ ഫോറിൻ കമ്പനിയാണോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല, എവിടെ നിന്ന് നമുക്ക് ഡിവിഡൻറ്റ് റിസീവ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ടാക്സ് പേ ചെയ്തിരിക്കണം. ഇനി ഇതിൽ നെക്സ്റ്റ് കൺസെപ്റ്റ് ഡീംഡ് ഡിവിഡൻറ്റാണ്. അപ്പം ഡീംഡ് എന്നുള്ള പേര് നമ്മൾ പല പ്രാവശ്യം കേട്ടില്ല. അതായത് സത്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ കിട്ടിയതായിട്ട് കണക്കാക്കിക്കോളാം നമ്മളോട് ആര് പറയുന്നു? ഇൻകം ടാക്സ് ആക്ടുകാർ പറയുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് വിച്ച് ഇസ് നോട്ട് ആക്ച്വലി പെയ്ഡ് ആസ് ഡിവിഡൻറ്റ്. അതായത് കമ്പനി നമുക്ക് ആക്ച്വലി പേ ചെയ്തിട്ടൊന്നുമില്ല ഈ ഡിവിഡൻറ്റ്, ബട്ട് അസ്യൂംഡ് ടു ബി ദ ഡിവിഡൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ടാക്സേഷൻ അണ്ടർ ഇൻകം ടാക്സ് ലോ. പക്ഷേ ഇൻകം ടാക്സ് ലോ പ്രകാരം ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയതായിട്ട് കണക്കാക്കിക്കൊള്ളുക. അതാണ് നമ്മുടെ ഡീംഡ് ഡിവിഡൻറ്റ്. ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോണസ് ഷെയർസ്. നമുക്ക് ബോണസ് ഷെയർസ് കിട്ടുമല്ലോ കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഈ ബോണസ് ഷെയർസിനെ ഒരിക്കലും നമ്മൾ ഡിവിഡൻ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ബോണസ് ഷെയർസിനെ ബോണസ് ഷെയർ ആയിട്ട് തന്നെ നിൽക്കുക. ഒരിക്കലും അത് നമുക്ക് കിട്ടിയ ഡിവിഡൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ഡിവിഡൻറ്റ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ഡിഡക്ഷൻസ് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിഡക്ഷൻസിലെ ഫസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിവിഡൻറ്റ് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ നമുക്ക് ചിലവായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ഈ ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു കമ്പനി പോയിട്ട് നമ്മൾ ഷെയർ എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ഷെയർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, ആ ഷെയർ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ഇത്തരത്തിൽ വേറെ എന്തെങ്കിലും ചിലവുകൾ ഈ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻറ്റിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്ലി അപ്പോൾ നമ്മൾ ഗിഫ്റ്റിനെ കുറിച്ച് പഠിച്ചു, ഡിവിഡൻറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ട് കൂടിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഈ പാഠത്തിൽ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഗിഫ്റ്റിൻ്റെയും നമ്മുടെ ഡിവിഡൻറ്റിൻ്റെയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പ്രോബ്ലംസ് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് ആണോ നോക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത്ര തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നോക്കുക ക്വസ്റ്റ്യൻ. Sri Sedu gives you the following information. You are required to compute his income from other source. നോക്കിയോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ് ടാക്സബിൾ ആയിട്ടാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ടാക്സബിൾ ഐറ്റം അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് ഫ്രം യു ടി ഐ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതേണ്ട? ടാക്സബിൾ ആയിട്ടാണ്. ദെൻ ഡിവിഡൻറ്റ് ഫ്രം എ ഫോറിൻ കമ്പനി, ഒരു സംശയമില്ല എന്താണ്? ടാക്സബിൾ ആയിട്ടാണ്. ഡിവിഡൻറ്റ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്, അതൊക്കെ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നമുക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. ഡയറക്ടർമാർക്ക് ഫീസ് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. റോയൽറ്റി ഇൻകം റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ് സോഴ്സസ്, ഇതും എന്തെങ്കിലും തന്നെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട് കോളം എഴുതുക, ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 21-22. എന്നിട്ട് ആ ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്തിട്ട് എഴുതുക, പെർട്ടിക്കുലേഴ്സ് കോളം എഴുതുക, എമൗണ്ട് കോളം എഴുതുക. അപ്പോൾ ഞാനിത് വായിക്കുന്നില്ല, അത് ജസ്റ്റ് അതിങ്ങനെ എടുത്ത് എഴുതുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഈ പ്രോബ്ലത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദി ഇൻകം ഫ്രം അതർ സോഴ്സസ് 2,15,000. ഓക്കെ, നൗ moving to another question. Moving to another theory, that is casual income.
നമുക്കറിയുന്ന കാര്യം നമ്മൾ ബേസിക് കൺസെപ്റ്റ് പഠിച്ച സമയത്ത് ഫസ്റ്റ് പാഠത്തിൽ ബേസിക് കൺസെപ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്താ ക്യാഷ്വൽ ഇൻകം എന്ന്. നമുക്ക് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഗാംബ്ലിംഗ് വിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ബെറ്റ് വിൻ ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതാണ്, നോൺ റെക്കറിങ് നേച്ചറിലുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നോൺ റെക്കറിങ് നേച്ചറിൽ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിംഗ് ഹോഴ്സ് റേസസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, കാർഡ് ഗെയിംസ്, ഗെയിം ഷോസ് ഓർ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഓൺ ടെലിവിഷൻ എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ മുകളിൽ നമ്മൾ എപ്പോഴും 30% ടാക്സ് കൊടുക്കുക. ഇനി ഇത് ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. ഇതിൽ നിന്ന് യാതൊരു ഡിഡക്ഷനും നമുക്ക് അലൗ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതിൽ നിന്ന് ലോട്ടറി എടുക്കാൻ വേണ്ടി നമ്മൾ ഇത്ര പൈസ ചിലവാക്കിയെന്നൊന്നും പറഞ്ഞ് നമുക്ക് ഡിഡക്ഷൻ എഴുതാനൊന്നും പറ്റില്ല. എന്താണ്, എത്ര റുപ്യ നമുക്ക് ലോട്ടറി അടിച്ചോ അതിന് ഫുള്ളായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി അവിടെ തന്നെ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കേണ്ട ടാക്സ് 30% ടാക്സാണ്. നല്ല ഹൈ റേറ്റാണ് നമുക്ക് ക്യാഷ്വൽ ഇൻകത്തിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. 10,000 രൂപയിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോട്ടറി കിട്ടിയെങ്കിൽ അതിൽ 30% എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ കഴിച്ചിട്ട് ബാക്കി 7 ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ നമുക്കൊരു കൺസെപ്റ്റും കൂടി പഠിക്കാനുണ്ട്, ഗ്രോസിങ് അപ്പ് ഓഫ് ഇൻകം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ പറഞ്ഞില്ലേ, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് എന്ത് ചെയ്തു, ലോട്ടറി കിട്ടി. അപ്പോൾ അതിൽ നിന്ന് 30% കഴിച്ചിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ അതിലൊരു കൺഫ്യൂഷൻ വരുന്നില്ലേ, ഞാൻ 7 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണോ 10 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കണോ? ഒരു സംശയം വേണ്ട, ഞാൻ ടാക്സ് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ 7 ലക്ഷം രൂപേനെ ഞാൻ 10 ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഗ്രോസിങ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രോസിങ് അപ്പ് ചെയ്യാനുള്ളൊരു ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് എന്നുള്ളത്. ഇൻ കേസ് ദി എമൗണ്ട് ഓഫ് പ്രൈസ് ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, റേസ് ഇൻക്ലൂഡിംഗ് ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ് ആൻഡ് അതർ ഗെയിംസ് ഈസ് ടു ബി ഗ്രോസ്ഡ് അപ്പ് വെൻ ദി എമൗണ്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്യണോ ഗ്രോസപ്പ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക വെച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ, അതായത് ആ ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ഞാൻ ഈ താഴെ പറയുന്ന 4 വാക്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതുണ്ട് വെച്ചാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ അത് എന്ത് ചെയ്തോളൂ, ഗ്രോസപ്പ് ചെയ്തോളൂ കേട്ടോ. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട്, അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള 7 ലക്ഷം രൂപയെ തന്നിട്ടുണ്ടാവുക നെറ്റ് എമൗണ്ട് റിസീവ്ഡ് റുപ്പീസ് 7 lakh എന്നാണ് തന്നിട്ടുണ്ടാവുക. അപ്പം നെറ്റ് എന്നുള്ള വേർഡ് അവിടെ ഉണ്ടെങ്കിൽ ഗ്രോസപ്പ് ചെയ്തോളാം. ദെൻ നെക്സ്റ്റ് റിസീവ്ഡ്, എമൗണ്ട് റിസീവ്ഡ് റുപ്പീസ് 7 lakh എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ അതിനെ ആ 7 lakhനെ ഞാൻ ഗ്രോസപ്പ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അതായത് ടാക്സ് ഒക്കെ ഡിഡക്ട് ചെയ്തതിന് ശേഷമാണല്ലോ എനിക്കിപ്പോൾ 7 ലക്ഷം രൂപ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയണം ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് യു റിസീവ്ഡ് റുപ്പീസ് 7 lakh. ദെൻ ലാസ്റ്റ് ഐറ്റം ഈസ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് കളക്ട് ചെയ്തതാണ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അവിടെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് എനിക്ക് ബാങ്കിന് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ട്രാൻസാക്ഷനിൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ സെൻറ്റൻസിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിൽ വരുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഗ്രോസപ്പ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഗ്രോസപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക വെച്ചിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 7 ലക്ഷം രൂപയാണ് എനിക്ക് സത്യത്തിൽ കൈ കിട്ടിയത്, അതിനെ ഞാൻ 10 ലക്ഷം ആക്കണം, അതിനെയാണ് ഞാൻ ഗ്രോസപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ എങ്ങനെ ഈ 10 ലക്ഷം ആക്കുക? അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് എൻ്റെ കൈ കിട്ടിയത് ഇപ്പോൾ 7 ലക്ഷം അല്ലേ, 7 ലക്ഷം ഇൻറ്റു 100/70 ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതായത് എങ്ങനെ ഇപ്പോൾ ഈ 70 വന്നാൽ നിങ്ങൾ സംശയിക്കുന്നതായിരിക്കും. ഇപ്പോൾ 70 വരാനുള്ള കാരണം എന്താണെന്നറിയോ, ഇവിടെ ക്യാഷ്വൽ ഇൻകത്തിൻ്റെ മുകളിൽ നമുക്ക് എത്ര ശതമാനം നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്, 30% നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ 30%, അതായത് 100ൽ നിന്ന് 30നെ മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 70 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ കേസിലൊക്കെയാണ് നമ്മളിങ്ങനെ ഗ്രോസപ്പ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിൻ്റെ മുകളിൽ 10% ടാക്സ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100/90 എന്നാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ക്യാഷ്വൽ ഇൻകത്തിൻ്റെ മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കുക, ക്യാഷ്വൽ ഇൻകംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഈ പറയുന്ന ഐറ്റംസ് ഏതൊക്കെ, ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഹോഴ്സ് റേസസ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, കാർഡ് ഗെയിംസ്, ഗെയിം ഷോസ്, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഓൺ ടെലിവിഷൻ, ഇതൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് ക്യാഷ്വൽ ഇൻകംസ് ഉണ്ടാവുക. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ 70 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ /90 ആണ് ചെയ്യുക, കാരണം അതിൻ്റെ ടാക്സ് റേറ്റ് 10% ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്യാഷ്വൽ ഇൻകംസും അതേമാതിരി അതിൻ്റെ ഗ്രോസപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Sri Muthu provides the following particulars. You are required to compute his income from other source. ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ഫ്രം ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ്
10,000. അതായത് നമ്മൾ പുസ്തകത്തിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ റെമ്യൂണറേഷനാണ് 10,000 രൂപ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്. ദെൻ നെക്സ്റ്റ് റെൻറ്റ് ഫ്രം ബിൽഡിംഗ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി. അത് കോമ്പോസിറ്റ് റെൻ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് റെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതേണ്ടത് കാര്യമാണ്. ദെൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് റേസ്. അപ്പോൾ വിന്നിങ് റേസ് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഈ കാഷ്വൽ ഇൻകത്തിൽ എന്താ പറഞ്ഞത്, എമൗണ്ട് റിസീവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ടേംസിൽ ഒരു ടേം വന്നില്ലേ, റിസീവ്ഡ്. അപ്പോൾ റിസീവ്ഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അവിടെ നമ്മൾ കാഷ്വൽ ഇൻകത്തിൻ്റെ മുകളിൽ ആ 4 ടേംസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഗ്രോസപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 28,000 നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഗ്രോസപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെ ഗ്രോസപ്പ് ചെയ്യുക, 28,000 × 100/70. ദെൻ നെക്സ്റ്റ് വിന്നിങ് ഫ്രം ലോട്ടറി നെറ്റ് റിസീവ്ഡ്. അവിടെ ലോട്ടറി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ നെറ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആ നെറ്റ് തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം, ഗ്രോസപ്പ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് 35,000 × 100/70. ദെൻ വിന്നിങ് ഫ്രം ക്രോസ്വേർഡ് പസിൽ. ഇവിടെ ഈ 4 ടേംസിൽ ഒരു ടേമും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി. ദെൻ ഇൻകം ഫ്രം കാർഡ് ഗെയിംസ് ₹5,000. ഇവിടെയും നമ്മൾ പറഞ്ഞ നെറ്റോ റിസീവ്ഡോ ഡിഡക്റ്റഡ് സോഴ്സോ കളക്റ്റഡ് ബൈ ബാങ്കോ ഈ 4 കാര്യങ്ങളും വന്നിട്ടില്ലല്ലോ, കാഷ്വൽ ഇൻകം ആണ് ഇനിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് അത് എടുത്ത് എഴുതിയാൽ മതി. അതേമാതിരി തന്നെ വിന്നിങ് ഫ്രം ചെസ്, ഇതും കാഷ്വൽ ഇൻകം തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 ടേംസും വരാത്തത് കൊണ്ട് ജസ്റ്റ് ആ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഹിയർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22. ഇതിൽ ഫസ്റ്റ് ഐറ്റം റെമ്യൂണറേഷൻ ഫോർ ആർട്ടിക്കിൾസ് നമ്മൾ എടുത്തെഴുതി. റെൻറ്റ് ഫ്രം ബിൽഡിംഗ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി എടുത്തെഴുതി. ദെൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിംഗ് റേസ്, അത് നമ്മൾ ഗ്രോസപ്പ് ചെയ്യുക 100/70 അല്ലേ. അപ്പോൾ 40,000 ആണ് കിട്ടുന്നത്. ദെൻ വിന്നിംഗ് ഫ്രം ലോട്ടറി നെറ്റ് റിസീവ്ഡ്, അതും നമ്മൾ ഗ്രോസപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് 50,000 രൂപ കിട്ടുന്നു. ദെൻ വിന്നിംഗ് ഫ്രം ക്രോസ്വേർഡ് പസിലും കാർഡ് ഗെയിംസും വിന്നിംഗ് ഫ്രം ചെസ്സും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരിട്ട് എടുത്ത് എഴുതാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്തു. ആൻഡ് we will be getting the income from other sources 1,69,000. So that's all about today's class. We will meet on tomorrow. Thank you.